കോൺഗ്രസ് സർക്കാർ കർണാടകയിലെ രാമനഗര ജില്ലയുടെ പേര് മാറ്റി ബംഗളൂരു സൗത്ത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ആഘോഷത്തിലാണ് ഒരുപാട് ആളുകൾ. അല്ല, മാധ്യമങ്ങൾക്ക് ഒരു വിവാദമില്ലേ, ഒരു ചർച്ചയില്ലേ? ഇനി നാളെ രാജ്യം ഭരിക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ള പേരിടുമ്പോഴും ഒരുത്തരും ചാടി വീഴരുത്. ഇത് BJPക്കെതിരെയുള്ള ആക്രമണം മാത്രമാണോ? ആരെയാണ് ഇതിലൂടെയൊക്കെ കോൺഗ്രസ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പൊട്ടൻ എന്ന് പറഞ്ഞ ഭൂലോക പൊട്ടൻ, ഇമാതിരി ഒരു പൊട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. എന്റെ പൊന്ന് പൊട്ട, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബാംഗ്ലൂർ സൗത്ത് നിന്ന് രാമനഗരത്തിന് ബാംഗ്ലൂർ സൗത്ത് നിന്ന് മാറ്റാനുള്ള കാരണങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ രാമനഗരം എപ്പോൾ ഉണ്ടായി, എന്തായിരുന്നു അതിന്റെ യഥാർത്ഥ പേര്, ഡീറ്റെയിൽസ് പറയാം. രാമനഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പഴയ പേര് ഷംസറാബാദ് എന്നായിരുന്നു. ഷംസറാബാദ്, അതായത് ടിപ്പു സുൽത്താൻ ഒക്കെ ഭരിച്ചിരുന്ന സ്ഥലമാണിത്. ആദ്യം അത് മനസ്സിലാക്കുന്നത്. അപ്പം ഈ രാമനഗരത്തിന്റെ പേര് ഷംസറാബാദ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ അതൊരു ക്ലോസ് പേട്ട് നാക്കി. ക്ലോസ് പേട്ട് നാക്കാനുള്ള കാരണം സർ ബെറി ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ബ്രിട്ടീഷ് മേധാവി അയാളുടെ പേരോട് കണക്ട് ചെയ്തിട്ട് ക്ലോസ് പേട്ട് എന്ന് പേര് വെച്ച്. അതും കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് കർണാടകന്റെ മുൻ ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരാണ് കേട്ടോ മിസ്റ്റർ കൺഗൾ ഹനുമന്തയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. കോൺഗ്രസ് സപ്പോർട്ടറായിരുന്നു, കോൺഗ്രസ് അനുഭാവിയായിരുന്നു പുള്ളി. അതിന്റെ പേര് പിന്നെ ഈ ക്ലോസ്പേട്ട് എന്നുള്ള പേര് മാറ്റിയിട്ടാണ് രാമനഗര എന്നിട്ടത്. അതല്ലാണ്ട് ഇവിടെ രാമൻ ജനിച്ചിട്ടോ അല്ലെങ്കിൽ രാമൻ വളർന്നിട്ടോ അതല്ലെങ്കിൽ രാമന്റെ വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അന്ന് വന്ന ഒരു പേര് മാത്രമാണ് ഈ രാമനഗര. അതല്ലാണ്ട് ഇത് മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമനഗര മാറ്റിയിട്ട് അവിടെ മുഹമ്മദ് നഗരാന്നോ അതല്ലെങ്കിൽ മുഹമ്മദാബാദ് എന്നോ അഹമ്മദാബാദ് എന്നോ ഒന്നും അല്ല ഇട്ടത്. ബാംഗ്ലൂർ സൗത്ത് നട്ടത്. അതായത് ബാംഗ്ലൂർ എന്നൊരു ബ്രാൻഡ് ഉണ്ട് വേൾഡിൽ തന്നെ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ മുംബൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത എന്നൊക്കെ പറഞ്ഞാൽ ബാംഗ്ലൂരിന് ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള റൂറൽ സെന്റർ ആയിട്ടുള്ള നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ആയിട്ടുള്ള രാമനഗരന്റെ പേര് അവർ ബാംഗ്ലൂർ സൗത്ത് എന്നായി. അപ്പം തന്നെ പുതിയ ആളുകൾ അങ്ങോട്ട് വരും. ബാംഗ്ലൂരിന്റെ റിലേറ്റഡ് ആ ബാംഗ്ലൂരാണ്. അങ്ങോട്ട് പുതിയ IT കമ്പനികൾ വരും. ഇവിടെ ഡെവലപ്മെന്റിന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാണ്ട് നിന്റെ യോഗിയും അല്ലെങ്കിൽ നീ പറഞ്ഞ BJPക്കാരും ചെയ്യുന്ന പോലെ അഹമ്മദാബാദിനെ എന്താ ക്രാന്തി നഗറോ കരാവതി നഗർന്നോ അതല്ലെങ്കിൽ അലഹാബാദിനെ പ്രയാഗ് രാജ്ന്നോ ഫൈസലാബാദിന് അയോധ്യ എന്നും പറഞ്ഞിട്ട് അതിനുള്ള വിശദീകരണങ്ങൾ അവിടെ പണ്ട് രാമൻ ജനിച്ചിരുന്നു, രാമൻ വളർന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഇപ്പുറത്ത് വരുമ്പം അവിടെ ഒരു പുണ്യസ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പേര് മാറ്റുന്ന പോലെയല്ല. അതല്ലെങ്കിൽ മുഗളിന്റെ പേര് അല്ലെങ്കിൽ മുഗൾ ചരിത്രം നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവരിട്ട് അല്ലെങ്കിൽ അവരുടെ പേരുകളെ മാറ്റിയിട്ട് നമ്മുടെ BJP നേതാക്കന്മാരുടെ പേരും അതുപോലെ തന്നെ ഹിന്ദുത്വ ദൈവങ്ങളുടെ പേരും കൊടുത്തിട്ട് ഇങ്ങനത്തെ ബേസ്ലെസ് ആയിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത വിശദീകരണങ്ങളല്ല നമ്മുടെ DK ശിവകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞത്.